മല്ലു കപ്പിൾ ഓൺ ദി റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ഇറ്റ്ലസിന്റെ മുകളിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, വരുന്ന വഴിയിലുണ്ടാകുന്ന കാഴ്ചകളൊക്കെ മനോഹരമായതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ അല്പം ലെന്തായി പോയി. സോ ഇവിടെ തൊട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. സോ ടിറ്റ്ലസ് മൗണ്ടിന്റെ മുകളിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാജോളിന്റെയും ഷാറുഖ് ഖാന്റെയും DDLJയുടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളും വന്ന് ഫോട്ടോസ് എടുത്തു. 10,000 അടി ഉയരത്തിലാണ്, അതായത് 3020 മീറ്റർ ഉയരത്തിലാണ്. എന്താ ഈ സ്പേസ് വ്യൂ എന്ന് എഴുതിയേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി ലെൻസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. കുറെ അങ്ങോട്ട് നടന്നു പോകായിരുന്നു. അതുപോലെ തന്നെ ഐസ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അതെടുത്ത് നമുക്ക് കുറച്ച് ദൂരം പോയി അവിടെ ഒരു ഐസ് പാർക്ക് ഉണ്ട്. അവിടെ കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായത് കാരണം നമുക്കത് രണ്ടും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് സമ്മറിൽ വരാം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കങ്ങനെ പുറത്ത് പോയി ചായ വല്ലതും കിട്ടുമോ നോക്കാം, ചൂടായിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലേഷ്യർ എല്ലാം കഴിഞ്ഞ് 4th ഫ്ലോറിലുള്ളത് നമ്മൾ നേരത്തെ ഇതിൽ വന്ന് കണ്ടല്ലോ, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സെറ്റപ്പാണ്. ഇനി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുക. 5th ഫ്ലോറിലാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ പടമൊക്കെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞത് ഇവിടെ ബാർ ആൻഡ് ചോക്ലേറ്റ് ഷോപ്പ്. നമുക്കവിടെ ആക്ച്വലി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അതെ, ഈ ഗ്ലേഷ്യർസ് ഈ തണുപ്പത്തിൽ വന്ന് തന്നെ വേണം ഐസ്ക്രീം കഴിക്കാൻ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ് കേട്ടോ. അത് ആക്ച്വലി ലെവൽ 2-ലുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ലെവൽ 2-ലേക്ക് പോവാണ്. നമ്മൾ സിറിച്ചി ചെല്ലുമ്പോൾ നമുക്ക് ഈ ലിൻഡിന്റെ ഫാക്ടറി കാണണമെന്നാണ് ആഗ്രഹം. നമുക്ക് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ പോയി കാണാം. ലെവൽ 2-ല് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. പോയി നോക്കാം. Oh boy, that's also closed. I think they are. It's closed everywhere. Is it closed? അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് റെസ്റ്റോറൻറ്റിലും പോകാൻ പറ്റിയില്ല. ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇന്നിപ്പം ഇവിടെ ഒരു സ്റ്റോം വരുന്നുണ്ട്. സോ നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. മൗണ്ട് ഇറ്റ്ലസ് ക്ലോസ്. നമ്മളാണ് ലാസ്റ്റ് ട്രെയിൻ. എല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നോ സ്റ്റോം വരുന്നുണ്ട്. ഇത് നല്ല കുത്തനെയുള്ള ഇറക്കം കേട്ടോ. പിന്നെ ഒത്തിരി ഇന്ത്യക്കാരുണ്ട്. ഇവിടുത്തെ 60% ആളുകളും ഇന്ത്യക്കാരാണ് അല്ലേ. ആ DDLJയുടെ കട്ടിങ് അവിടെ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ ഫോട്ടോ എടുക്കാൻ തന്നെ ഒത്തിരി ആൾക്കാർ ഇന്ത്യക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയത് കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്നാൽ മതി. താഴത്തേക്ക് പോകുന്ന വഴിക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുള്ളൊന്ന് കറങ്ങി കാണാൻ പറ്റും. പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്ത് പോകാം. എനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. നല്ല തണുപ്പാട്ടോ. വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി അത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വരാനാണെന്നാണ് അവിടുന്ന് പറഞ്ഞത്. സ്റ്റാഫുകളുടെ അവിടെ ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവരെല്ലാം ക്ലോസ് ചെയ്തു. ആക്ച്വലി അവർ വരാനുള്ള ലാസ്റ്റ് ട്രെയിനും പോയി. പിന്നെ ഇവർ വെള്ളം താഴേന്ന് ഈ ട്രെയിനെ തന്നെ മേളിലേക്ക് പമ്പ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടിട്ട് 4000 ലിറ്റർ വെള്ളമാണ് അറ്റ് എ ടൈം മേളിലേക്ക് കൊണ്ടുപോകുന്നത്.
സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. Er macht immer Luxusrolle, Suite, Seilas, സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് ഇവിടെയും 1-2 റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ക്ലോസ് ആയിട്ടുള്ള കയറി കാണാം. ക്ലോസ് ഇതിന് പറയുന്ന റോട്ടയർ എന്നാണ്. ഇത് റോട്ടയർ ഇവിടെ വരെയുള്ളൂ. ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് മറ്റേ സാധാരണ കേബിൾ കാർ കയറി. ഇവിടെ വന്ന് നൈസായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഭാഗമാണ്. ഈ സൈഡ് തുറക്കും. അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ റോട്ടയിലേക്ക് സ്റ്റാൻഡിലെത്തി. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. മൗണ്ടൻ ക്ലോസ്ഡ് ആണ്. സോ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മേളത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും താഴെയല്ല. ഈ സ്റ്റേഷൻ്റെ പേരെന്താ? അതെ, ട്രിപ്സിലെത്തിയിരിക്കുകയാണ്. സ്നോ സ്നോ ബാഗിലേക്ക് വെച്ചേക്കുവാ. അങ്ങനെ നമ്മൾ ട്രിപ്സിൽ ഇതേ സ്നോ പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് നോക്കണേ. ഇവിടെ പിന്നെ വേറെ ഗുണമുണ്ട് കേട്ടോ. നമ്മുടെ മേളത്തെ അത്ര ഇൻറ്റൻസിറ്റി ഇല്ല തണുപ്പിന്. തലയിൽ മഞ്ഞ അടിച്ച് നാളെ പനി പിടിച്ചാൽ കടപ്പാവും. തല മഞ്ഞ അടിക്കൊണ്ടിരിക്കുക. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഏതായാലും ഇവിടെ കയറി ഇവിടെ അടയ്ക്കുന്നതിനിപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ. വിശന്ന് പണ്ടാ അടങ്ങി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. എവിടെ നീ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടേ? ഓ, ഇങ്ങൊന്നേ. താഴേക്ക് പോയാലോ? കൊള്ളാമല്ലേ? അടി ഇവിടെ എന്നാ നോക്കിയിട്ട് വരാം. ബാ, ഇതാ ലേക്കാ. അത് സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. അതെ, വേണ്ടായിരുന്നു. കുഴപ്പമില്ല. സ്നോമാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾ ഇരിക്കുകയാണ്. സ്നോ ബോളാണ്. ഇനി അത് ബോളൊക്കെ മാനാക്കും. നമ്മൾ ആദ്യമായിട്ട് സ്നോ കാണുന്നോണ്ടാന്ന് തോന്നുന്നു. ആദ്യമായിട്ടല്ല, അടുത്ത പ്രാവശ്യത്തെ വിന്ററിൽ എന്നാണെങ്കിലും നാട്ടിൽ വിടുന്നില്ല. നമ്മൾ അതിലെ കൂടെ ട്രക്ക് ഓടിച്ച് കിടക്കുന്നതായിരിക്കും അല്ലേ? മതി മതി മതി. ഇത് താഴത്തതുണ്ടോ? റെഡിയാ? ലേക്ക് പോകണ്ടേ? പിന്നെ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ മേളിലെ റെസ്റ്റോറൻറ്റുകളെല്ലാം ഒക്കെ ഒന്ന് നോക്കി. ഒന്നും അത്ര പോരാ. ഈ പറഞ്ഞ പൊട്ടറ്റോ ചിപ്സും ചിക്കൻ വറുത്തതും തന്നെ അവിടെ തിന്നുന്നത് തന്നെയല്ല. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിപ്പം ആണോ? ഇനി എവിടെ താഴെ ഉള്ളത്? ഇത് പോക്കറ്റിൽ സ്നോ കിടക്കുന്നത്. ഏത് ട്രിപ്സി? ആ, അതെ. ഈ മഞ്ഞ സാധനം എന്നാന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ടാക്കുന്ന സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇങ്ങനെ സ്നോ പെയ്യുന്നൊരു സ്നോ ഇല്ല.
ഫൺ കിട്ടാൻ വേണ്ടി അവർ ആർട്ടിഫിഷ്യലായിട്ട് സ്നോ ഉണ്ടാക്കുന്നതാണ്. ആർട്ടിഫിഷ്യലായിട്ട് സ്നോ ഉണ്ടാക്കാനൊരു സാധനം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സോ നമ്മളങ്ങനെ താഴത്തെ ആ ലേക്ക് വരുന്ന പോയി കണ്ടിട്ട് വരാം. തറയൊക്കെ ഫുൾ സ്ലിപ്പറിയാണ്. ഇവിടെ തന്നെയാ നേരെ പോയി ലേക്ക് പോയാൽ നിൽക്കുള്ളൂ, അതുകൊണ്ട് തന്നെ എടുത്ത്. അപ്പോൾ സ്നോഫോൾ ഇവിടെ ഒരു സ്റ്റോം ഉണ്ടായി, അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ലേക്കിലൊക്കെ വെള്ളത്തിൻ്റെ തണുപ്പ് തന്നെ ആയിരിക്കും അല്ലേ. മൊത്തം വഴുക്കി വഴുക്കി കിടക്കുവാണ്. സ്നോ സ്റ്റോമാണ് മേളിൽ. ഇവിടെ അവർ അടച്ചിട്ടില്ല, ഇവിടെ 5 മണി വരെ ഉണ്ട്. തിരിച്ചു കയറാം. ഇവിടെ എല്ലാം അടച്ചു, എല്ലാവരും തിരിച്ചു കയറുക. നമുക്ക് തിരിച്ചു കയറാം. സ്നോയിൽ കയറ്റം കയറാൻ എളുപ്പം കേട്ടോ, ഇറക്കിറങ്ങാൻ പാട്. സോക്സിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി, തണുത്തിട്ടും പാടില്ല. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ തിരിച്ചു പോകാനുള്ള ഈ സാധനങ്ങൾ, നമ്മുടെ റോപ്പേകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഇതുണ്ട്, ഇത് ശ്രീലങ്കയുടെയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ ആ സ്നോ ഹില്ലിൽ കൂടെ കളിച്ചിട്ട് വന്നോണ്ടേ ശരീരം മുഴുവൻ നല്ലപോലെ തണുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച കാറ്റ് വന്നിട്ട് അതേ കയറി പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കാറ്റ് നിൽക്കുന്നത്. ഒരുപാട് കാറ്റുകൾ പോയി, ഇതുവരെ നമ്മുടെ കാറ്റ് മാത്രം കണ്ടില്ല. അത് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് പോയതെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം കുറച്ച് പേരോടെ. അയ്യടാ, ഒരു രാജ്യവും അവകാശം പറയാത്ത ഒരെണ്ണം ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. ഇത് കിഡ്സിൻ്റെ ആണല്ലോ, ചെറുതാണോ? കാട്ടുപോണ്. ഇതേ ഈ രാജ്യം. ഇന്ത്യ ഏതാണ്ട് ഓരെണ്ണം കാട്ടം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. നമ്മൾ പോയി തൊട്ട് പുറകെ തന്നെ അവൻ പോയി. ഇന്ത്യയുടെ മേളിലൊരു 3-4 വെക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഷാരൂഖ് ഖാൻ്റെ പടം ഇവിടെ മണ്ടക്കൊണ്ട് വെച്ചേക്കുന്നല്ലേ. ഇന്ത്യ നോക്കി നിന്നു, പക്ഷെ കിട്ടിയില്ല. തൽക്കാലം അമേരിക്ക ഒരെണ്ണം വന്നത്. തൽക്കാലം അമേരിക്കയ്ക്ക് ഇപ്പോൾ തണുത്തിട്ട് രക്ഷയില്ല. കഥ ഓർക്ക് അമേരിക്ക. കേറിക്കോ. അങ്ങനെ അമേരിക്കയിലേക്ക് അവിടെ ചെത്തിയിട്ടുണ്ട്. ഞാനും വയ്യ പോയി അമേരിക്ക കയറട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ടിറ്റ്ലിസ് മൗണ്ടൻ കയറിയത് വീണ്ടും ഒരു അമേരിക്കയുടെ വണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കഥ കുറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. ടിറ്റ്ലിസ് മൗണ്ടൻ കയറി നമ്മൾ താഴേക്ക് ഉള്ള യാത്രയിലാണ്. തണുത്ത് ഉപ്പാട് തെറ്റി. അയ്യോ, താഴെ മഞ്ഞായി. ഇന്ത്യ പറഞ്ഞു, എന്റെ പൊന്നിന്ത്യ എന്തൊരു നേരം കാത്തിരുന്നു. ഇപ്പൊ ഇത്ര അടുത്തുണ്ടോ, മിസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേബിൾ കാറിൽ കയറി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ 2-way ടിക്കറ്റ് എടുത്തിട്ട് പോകണം. 1-way ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ തിരിച്ചിറക്കാൻ നേരത്ത് വേറെ ടിക്കറ്റ് എടുക്കാൻ പറയും. നമ്മൾ ഭാഗ്യത്തിന് ഏതായാലും 2-way ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ എന്നാൽ ടിക്കറ്റ് സ്കാൻ ചെയ്തോ, ഇറങ്ങിപ്പോക്കോളൂ.
ഇവിടെ പൈസ ബാർകോഡ് സ്കാൻ ചെയ്തു നമ്മൾ ഇറക്കി വിട്ടു. ഇല്ലെങ്കിൽ ഇറക്കി വിടുകയല്ലാട്ടോ, മതിലിയാടി പോകേണ്ടി വരും. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ സ്റ്റെയറൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം അടച്ചു, കാരണം ഓൾറെഡി മൗണ്ടൻസ് എല്ലാം അടച്ചതുകൊണ്ട് തന്നെ എല്ലാം അടച്ചു. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നപ്പോൾ അതേ മാംഗോ ലസ്സി ഒക്കെ ഉണ്ടല്ലോ. മസാല ചായ, എന്നൊരു മസാല ചായ കുടിച്ചാലോ? ഇന്നൊരു മസാല ചായ കുടിക്കാം വാ. അപ്പോൾ ഏതായാലും രാവിലെ തൊട്ട് പട്ടിണി ഒരു ചായയെങ്കിലും കുടിച്ചേക്കാം. ടിറ്റ്ലസ് മോഡലിൻ്റെ തൊട്ട് താഴെയുള്ളതാട്ടോ. ഇവിടുത്തെ മെനു കാണിച്ചു തരാം. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവിടെ കയറി നിൽക്കും കാര്യങ്ങളുണ്ട്. എൻ്റെ റേറ്റാണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. CHF എന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ചിക്കൻ ടിക്ക മസാല എടുത്താലോ? സേവ്ഡ് വിത്ത് റൈസ് ചിക്കൻ ടിക്ക മസാല നമ്മൾ കഴിക്കാൻ തുടങ്ങുവാണ്. നമുക്ക് ചിക്കൻ ടിക്ക മസാല വന്നു, പാവ് ബജി വന്നു, നല്ല മസാല ചായ, ഷുഗർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ നമ്മളങ്ങനെ കഴിക്കാൻ തുടങ്ങുവാണ്. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. നമ്മൾ ഇച്ചിരി അധികം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഫ്രൈഡ് റൈസും വടാപ്പാവും കൊണ്ടൊന്നും ആയില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്, സുസ്വാങ് ഫ്രൈഡ് റൈസും കൂടെ പറഞ്ഞു അല്ലേ. ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ. സോ ഇതും കൂടെ കഴിക്കട്ടെ കേട്ടോ. വിശപ്പൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. തോന്നിയില്ല, അത് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഇത്രയും പറഞ്ഞു. ഒത്തിരി ദൂരം നടന്നായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചതല്ലാണ്ട് പിന്നെ അവിടെ പോകുന്നതൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കഴിക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നതാണ് കാരണം. പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ഇച്ചിരി കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. എന്താണെങ്കിലും നമ്മൾ സ്വിസ്വാങ് ഫ്രൈഡ് റൈസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. വെജിറ്റേറിയൻ ആണ്. സോ അതും കൂടെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് സൈൻ ഓഫ് പറഞ്ഞ് നമ്മളിവിടുന്ന് ട്രെയിനിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ടിറ്റ്ലിസ് മൗണ്ടൻ കയറി ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വരുമ്പോൾ തന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കൂടെ കയറിയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെയാണ് ഇതുണ്ട്. ഇതിന് തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അടിപൊളി ഫുഡാട്ടോ, നല്ല സൂപ്പർ ഒരു മസാല ചായ തണുപ്പത്ത് നിങ്ങൾ കുടിക്കുമ്പം സെറ്റാണ്. പിന്നെ ഈ പുറത്തേക്കുള്ള വ്യൂ നിങ്ങൾ പുറത്തിരുന്നും കഴിക്കാൻ കേട്ടോ. പുറത്തിരുന്ന് കഴിക്കാനുള്ള ഒരുപാട് എത്ര പേര് വന്നാലും ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ തന്നെ കണ്ടോ, എൻ്റെ പൊന്നെ, ജോ ഡ്രോപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. സോ ഇത് ആരും മിസ് ചെയ്യരുത്. ഇവിടെ വരുന്ന എല്ലാവരും കഴിച്ചിട്ട് പോകണം. വളരെ ചായ സൂപ്പർ ആട്ടോ, മസാല ചായ. വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോഴും ഒരു ചായ, ഇത് നല്ല വിശപ്പുള്ളോ. ടോബിന്റെ അടുത്ത് ചായ കുടിച്ചു. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വിശപ്പുള്ളതുകൊണ്ട് മാത്രമല്ല, ഇവിടെ വന്നിട്ട് പോകുന്ന എല്ലാവരും പറയുന്നത് അടിപൊളിയാണ്. സോ എന്നാണേലും ഇവർ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അടയ്ക്കും. ലാസ്റ്റ് ഓർഡർ എടുക്കുന്നത് 5:45 തോന്നുന്നു. സോ എന്നാണേലും നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ സമയം 5:30 ആയുള്ളൂ. ഓൾറെഡി രാത്രിയായി. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിറ്റ്ലസ് മൗണ്ടനൊക്കെ കയറി ഇറങ്ങി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഒരു ടേക്ക് അവേ ചായയൊക്കെ എടുത്ത് ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമിംഗ് ആണ്. വരുന്ന 3 ട്രെയിനുകളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ രാവിലെ 5 മണി തൊട്ട് നമുക്ക് ലുസേണിലേക്ക് ട്രെയിനുകളുണ്ട്. അതിൻ്റെ ടൈം ഷീറ്റാണ് ഈ കാണുന്നത്. നമ്മൾ 12 മണി വരെ എല്ലാ അവറിലും ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇനി 6:02 അടുത്ത ട്രെയിൻ. നമുക്കിപ്പോൾ സമയം 6 ആകാൻ ഏതാണ്ട് 7 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മൾ ലുസേണിൽ ചെന്നിട്ട് അവിടെ നിന്ന് പെട്ടിയെടുത്ത് നമ്മൾ നേരെ ഇൻ്റർലാഗൻ പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ലുസൈനിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ വന്ന് ഇറങ്ങുന്നത് 15ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. നമ്മുടെ ലോക്കറൊക്കെ ഇരിക്കുന്നത് 14ാമത്തെ പ്ലാറ്റ്ഫോം, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്ന ഈ ഇരിക്കുന്നത് എല്ലാം 2 സീരീസ് ലോക്കറുകളാണ്. നമ്മുടെ ലോക്കർ എന്ന് വെച്ചാൽ 1 സീരീസ് ആണ്. അതായത് മുന്നോട്ട് പോകുന്നത് അവിടെയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. പിടിച്ചു. ഏതായാലും നമ്മുടെ സമയം കഴിഞ്ഞ് പോയിട്ടോ. 6 മണിക്കൂറിൽ കൂടുതലായി. നമ്മൾ 6 മണിക്കൂറെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം.
ഇതാണ് നമ്മുടേത്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബാർകോഡ് സ്കാൻ ചെയ്യണം. ബാക്കി 6 യൂറോയും കൂടെ അടയ്ക്കണം. കാരണം പിന്നെയുള്ള 6 മണിക്കൂറിന് 6 യൂറോയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞെക്കി പൈസ അടച്ചു. യെസ്, റെസിപ്റ്റിന് യെസ് കൊടുത്തു. നീ പെട്ടിക്കകത്ത് ശ്വാസം കയറാൻ ഇടയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കുത്തി നിറച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്. അങ്ങനെ പെട്ടികളൊക്കെ എടുക്കാം. ഓരോന്നോരോന്ന് എടുക്കുകയാണ്. ഈ ഒരു ഗുഹയ്ക്കകത്താണ് നമ്മൾ ഇത്രയും പെട്ടിയും. ഇതാ ഈ ബാഗും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര സമയം കയറുന്ന ചെറിയ ബോക്സിനകത്താണ്. അപ്പൊ നമ്മള് നേരെ ഇവിടെ നിന്ന് കിണ്ടലാകം പോവാണ്. ഇനി നമുക്ക് 10 മിനിറ്റോടെ സമയമുള്ളൂ. അടുത്ത ട്രെയിൻ പിടിക്കാൻ സമയമായി. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളത് ഈ ബസ്സിനാട്ടോ നമ്മൾ നേരെ വന്ന് ഇവിടുത്തെ മാരിഗൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തി. മാരിഗൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് റോഡ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും കാരണം നമുക്ക് ഇങ്ങോട്ട് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു. അവസാനം നമുക്ക് ബസ് പിടിച്ച് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വന്നു. നമ്മളിവിടെ വന്ന് നമ്മൾ നേരെ തൊട്ടടുത്ത് തന്നെ വണ്ടി ഇട്ടേക്കുന്നത്. നമ്മൾ വന്ന് സീറ്റിലിരുന്നു. എന്നാടി പറയാനുള്ളത്? ആ ബസ് ആ ചേച്ചി ഓടിച്ചത്. ചേച്ചി ആ വഴി ഭയങ്കര ഹെയർ പിൻസും. അത് ഹെയർ പിന്നാന്ന് മാത്രമല്ല, ഒരു ബസ്സിന് 2 വേ റോഡാണ്. ഒരു ബസ്സിന് പോകാൻ ഫസ്റ്റ് കഴിയുള്ളൂ. അത് മാത്രമല്ല, സൈഡിലേക്ക് ഇല്ല. സൈഡിലേക്ക് കൊക്കയാ. പാറയിൽ ഒരു സൈഡിൽ കൊക്കണം, ഒരു സൈഡിൽ പാറ. സമ്മതിക്കാം. എന്താണെങ്കിലും അവർ തന്നെ അറേഞ്ച് ചെയ്ത ബസ്സാണ് കേട്ടോ. അതല്ലാണ്ട് നമുക്കങ്ങനെ വേറെ പ്രൈവറ്റ് ബസ്സിൽ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ റെയിൽവേയുടെ ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ബസ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പെട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്ത വണ്ടിയിൽ നേരെ അതിനകത്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഈ പറഞ്ഞ മൈറിംഗൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിനുള്ളിൽ 3 സ്റ്റോപ്പുണ്ട്. ആ 3 സ്റ്റോപ്പിലേക്കും 3 ബസ്സുകളെ വെച്ചിരുന്നത്. ഇത് ഡയറക്റ്റ് മൈറിംഗൻ വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മളതിൽ തന്നെ നമ്മൾ കയറി പെട്ടിയും വണ്ടിക്ക് എടുത്ത് വെക്കാനുള്ള ബസ്സിൻ്റെ സൈഡിൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അടിപൊളി ഡ്രൈവായിരുന്നു. വളരെ ചെറിയ ഡ്രൈവിനകത്തൂടെ അത് 2 വേ ട്രാഫിക്ക് സമ്മതിച്ചു കൊടുക്കണം. ഹാറ്റ്സ് ഓഫ്. നമ്മളിവിടെ നിന്ന് നേരെ ഇന്റർലാഗൻ പോവാണ്. 1, 2, 3, 4 പിന്നെ 5 സ്റ്റോപ്പ് ഇട്ടില്ല. നമ്മൾ ഡോട്ട് അടിയിലേക്ക് ഇട്ടേക്കുന്നത്. സോ ഇന്റർലാഗൻ OST ചെന്നിട്ട് നമ്മൾ ഇന്റർലാഗൻ വെസ്റ്റിലേക്കുള്ള ട്രെയിൻ പിടിക്കണം. ഇവിടെ നിന്ന് 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്റർലാഗനിൽ ചെന്നിട്ട് വേണം. മടുത്തു കേട്ടോ. മഞ്ഞൊക്കെ കൊണ്ടൊരു പരുവായി. എനിക്ക് എത്ര രസമല്ലായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് ഇത് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടി. ചെറിയ പൊടിമഴയുണ്ട് കേട്ടോ ഇവിടെ. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വേണമെങ്കിൽ ബസ് എടുക്കാമായിരുന്നു. പക്ഷേ ഏതായാലും നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 8 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഹോട്ടൽ BC എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര്. BC പെട്ടി പറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. മഴയായിരുന്നു കേട്ടോ. സോ അതിൻ്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഹോട്ടൽ റിസപ്ഷൻ, ഫസ്റ്റ് ഫ്ലോർ. ചെക്കിനൊക്കെ ചെയ്ത് നമുക്ക് കാർഡ് കിട്ടി. നമ്മൾ നേരെ ലിഫ്റ്റ് കയറി മേളത്തെ നിലയിലാണ് നമ്മളത്. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഗസ്റ്റ് റൂം ഇവിടെയുണ്ട്. വൈകുന്നേരം 10:30 വരെ നമുക്ക് മൈക്രോവേവും ഹീറ്ററും ഒക്കെ ഇവിടെ യൂസ് ചെയ്യാം. സോ അത് നമ്മൾ ലിഫ്റ്റ് പിടിച്ച് മേളത്തെ നിലയിലോട്ട് പോവാണ്. ഇനിയും മേളിലേക്ക് കയറണം. നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തിയിരിക്കുകയാണ്. ഇന്റർലാഗൻ സ്റ്റേഷനിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടി.
അപ്പോൾ നമ്മൾ ഈ റൂം പൊതുവേ ഒരു വിൻറ്റേജ് ലുക്കാണ് കേട്ടോ. നല്ല റൂമാണ്. നമ്മൾ ആക്ച്വലി താഴെ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് ഒരു ചെറിയ കോറിഡോർ വഴി കയറി ലിഫ്റ്റ് കയറി മേളിൽ റിസപ്ഷനിലൊക്കെ പോയി അവിടെ നിന്ന് ലിഫ്റ്റ് കയറി മേളിലെ റൂം എന്നൊക്കെ പറഞ്ഞപ്പം ആക്ച്വലി മനസ്സൊന്ന് പേടിച്ചു. തല്ലിപ്പൊളി ബാക്ക് പാക്കേഴ്സ് പോലത്തെ വല്ല റൂമാണോ? ബാക്ക് പാക്കേഴ്സ് മോശമാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മോശം റൂമാണോ എന്നൊക്കെ പേടിച്ചു. ഫോട്ടോ കാണിച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണിച്ചേ. സോ പക്ഷേ അതുപോലെയല്ല കേട്ടോ, നല്ല ക്ലീൻ ആൻഡ് ടൈഡിയാണ്. അവർ തറയൊക്കെ തുടച്ചെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്, ക്ലീനാണ്. 1 സോപ്പ്, 3 ഷാമ്പൂ, 3 കണ്ടീഷണർ, ബോഡി വാഷ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ബ്രഷ്, ചീപ്പ് അടക്കം ബഡ്സ് അടക്കം എല്ലാം 3 എണ്ണം വെച്ച് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു അംബ്രല്ല തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ജാക്കറ്റ് തൂക്കിയിട്ടാണ്. നമുക്കൊരു അഡീഷണൽ അംബ്രല്ല അവർ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എപ്പോഴും മഴയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എല്ലാ റൂമിലും അവർ കുട വെച്ചിരിക്കുന്നത്. നമ്മൾ റൂമിലൊക്കെ എത്തി, റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പുറത്തേത് ഓക്കെ, ഇതൊരു ബാൽക്കണിയാണ്, ഒരു മിനി ബാൽക്കണി. ആക്ച്വലി വലിയ ബാൽക്കണി എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഇതിങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ. നല്ല ഡോറാട്ടോ. ഓക്കെ, സോ ഇതിങ്ങനെ ഒരു ബാൽക്കണിയാണ്. നമുക്ക് താഴേക്ക് ഒരു സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഹോട്ടലിൻ്റെ മുറികളാണെന്ന് തോന്നുന്നു കേട്ടോ, താഴെ വരെ. എനിവേ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. ലുസേണിൽ നിന്നും നമ്മളങ്ങനെ ഇൻ്റർലാഗൻ ട്രെയിൻ കയറി, ബസ് കയറി, ട്രെയിൻ കയറി ഇൻ്റർലാഗൻ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ മാറി കയറി. അത് നമ്മൾ ആക്ച്വലി തൊട്ടപ്പുറത്ത് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമായിരുന്നു. ഇൻ്റർലാഗൻ വെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇച്ചിരി മഴ കാരണം ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് ഈ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിൽ ഓക്കെ വെള്ളമുണ്ട് ആക്ച്വലി. പിന്നെ ഇവിടുത്തെ വെള്ളം നമുക്ക് ഏത് പൈപ്പിലെ വെള്ളം കുടിക്കാമെന്നാണ് കേട്ടോ. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമ്മൾ ഇൻ്റർലാഗൻ്റെ മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫോർ നൗ.